ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിലെ നവീകരണത്തിൻ്റെ ഒരു കാലയളവാണ് വലിയ നോമ്പ്. നമ്മുടെ സഭ ഒരുപക്ഷെ നോമ്പുകളെ ആധ്യാത്മികതയുടെ അടയാളമാക്കി മാറ്റുന്ന ഒരു സഭയാണ്. 100ഓളം ദിവസങ്ങൾ ആരാധന ക്രമവത്സരത്തിലെ നോമ്പിൻ്റെ ദിവസങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് വലിയ നോമ്പ്, 50 നോയമ്പ്. നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. അത് സ്വർഗത്തിലേക്കുള്ള തീർത്ഥാടനമാണ്. നാം നോമ്പുകാലത്ത് പ്രധാനമായിട്ടും ചിന്തിക്കേണ്ടത് ഒന്ന് തീർത്ഥാടകരാണെന്നുള്ള ചിന്തയാണ്. ഈ ലോകത്തിലെ എന്തൊക്കെ നിങ്ങൾ കൂട്ടിവെച്ചാലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകമല്ലാതെ ഒന്നും തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനില്ല. അതുകൊണ്ട് നശ്വരമായ ഈ ലോകത്തിലെ അടിമകളാകാതെ ജീവിക്കാൻ നോമ്പുകാലം നമ്മൾ പ്രാപ്തരാക്കണം. നോമ്പുകാലത്ത് കഴുകലിൻ്റെ കാലഘട്ടമെന്നാണ് സഭാപിതാക്കന്മാർ പറയുന്നത്. നമ്മുടെ ജീവിതങ്ങളെ കഴുകി വൃത്തിയാക്കുന്ന ഒരു കാലയളവ്. ഈസ്റ്ററിനെ സഭാപിതാക്കന്മാരെ വിളിക്കുന്നത് കൊയ്ത്തുകാലമെന്നാണ്. നോമ്പുകാലത്തെ പിതാക്കന്മാർ കാണുന്നത് വിളവിറക്കുന്ന കാലഘട്ടമെന്നാണ്. അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് തീവ്രതയോടും തീക്ഷ്ണതയോടും കൂടെ നിലം വൃത്തിയാക്കാം, ഉഴുതുമറിക്കാം, വിത്തിറക്കാം. കണ്ണുനീര് കൊണ്ട് നമ്മുടെ വിത്തുകൾ മുളയ്ക്കട്ടെ. നമ്മുടെ ഉപവാസങ്ങൾ കൊണ്ടും സഹനങ്ങൾ കൊണ്ടും വിത്ത് വളരട്ടെ. ഉത്ഥാനത്തിൻ്റെ കൊടിയിലെ നമുക്ക് കൂട്ടുപങ്കാളിത്തം ഉണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധമായ നോമ്പ് കാലഘട്ടം ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. അൻപാർന്ന നോവ് എന്നാണ് നോമ്പിന് അർത്ഥം കൽപ്പിക്കുന്നത്. സ്നേഹപൂർവ്വം ഒരു വ്യക്തി ഏറ്റെടുക്കുന്ന സഹനങ്ങളെയും ത്യാഗങ്ങളെയും അർത്ഥമാക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത്. ദൈവത്തെ ഏറ്റവും വലിയ സമ്പത്തായി തിരിച്ചറിയുകയും മിശിഹായുടെ കഷ്ടാനുഭവങ്ങളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ലോകത്തിനും തനിക്കു തന്നെയും വേണ്ടി പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ക്രൈസ്തവ ചൈതന്യത്തിൽ നോമ്പ് അർത്ഥമാക്കുന്നത്. ദൈവത്തോട് ചേർന്നിരിക്കാൻ ഭക്ഷണപാനീയങ്ങളെ പരിപൂർണമായി ഉപേക്ഷിക്കുന്ന ഉപവാസവും ശരീരത്തിന്റെ ചോദനകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ആഹാരങ്ങളിൽ നാം ചെലുത്തുന്ന കർശനമായ നിയന്ത്രണങ്ങളും കഷ്ടപ്പെടുന്ന സഹോദരങ്ങളെ നമുക്കുള്ളതിൽ നിന്ന് ഉദാരമായി പങ്കുവെച്ച് സഹായിക്കുന്നതും ആത്മാവിനെയും ശരീരത്തെയും തീർത്ഥാടനത്തിലൂടെ പാകപ്പെടുത്തുന്നതും നോമ്പിന്റെ സവിശേഷമായ നിഷ്ഠകളാണ്. സുറിയാനി ഭാഷയിൽ ഈ പുണ്യകാലത്തെ സൗമ റംബ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സൗമ എന്നാൽ ഉപവാസമെന്നും റംബ എന്നാൽ വലിയതെന്നുമാണ് അർത്ഥം. സഭയുടെ ആരാധനക്രമ വത്സരത്തിൽ 25 നോമ്പ്, 3 നോമ്പ്, 8 നോമ്പ്, ശ്ലീഹ നോമ്പ് തുടങ്ങി അനേക നോമ്പുകൾ ഉണ്ടെങ്കിലും മിശിഹായുടെ ഉദ്ധാനമെന്ന മഹാരഹസ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനാലും ദൈർഘ്യം കൊണ്ട് ഇവയിൽ ഏറ്റവും വലുതായതിനാലുമാണ് വലിയ നോമ്പെന്ന് ഇതിനെ വിളിക്കുന്നത്. ചരിത്രപരമായ പശ്ചാത്തലം: സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഉദ്ധാന തിരുനാളിന് തൊട്ടു മുൻപുള്ള 1-2 ദിവസങ്ങൾ മാത്രമാണ് ഉപവസിച്ചിരുന്നത്. എന്നാൽ AD 325 നിക്കിയ സൂനകദോസിന് ശേഷമാണ് 40 ദിവസത്തെ നോമ്പ് സാർവത്രിക സഭയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. മിശിഹ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചതിനെ മാതൃകയാക്കിയാണ് ഈ കാലയളവ് നിശ്ചയിച്ചത്. ആദ്യകാലങ്ങളിൽ മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങുന്നവർക്കായുള്ള തീവ്ര പരിശീലനത്തിന്റെ കാലഘട്ടം കൂടിയായിരുന്നു ഇത്. പാശ്ചാത്യ സഭകളിൽ നിന്ന് വ്യത്യസ്തമായി മാർത്തോമ നസ്രാണികൾ ഞായറാഴ്ചകളിലും പെസഹായുടെ ത്രിദിനങ്ങളിലും ഉപവാസത്തിന്റെ ആത്മീയ ചൈതന്യം കൈവിടാതെ 50 ദിവസവും പൂർണ്ണമായി നോമ്പാചരിച്ചിരുന്നു. അതിനാലാണ് 50 നോമ്പ് എന്ന പേരിൽ പൗരസ്ത്യ സഭകളിൽ, വിശിഷ്യ സീറോ മലബാർ സഭയിൽ ഇത് പ്രശസ്തമായത്. നോമ്പും തീർത്ഥാടനവും: സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തിൽ നോമ്പ് ഒരു ആത്മീയ തീർത്ഥാടനമായിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. കുരിശുമലകളിലേക്കും
മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശനമേറ്റ മലയാറ്റൂർ പോലെയുള്ള പുണ്യകേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രകൾ ഈ ആത്മീയ പ്രയാണത്തിന്റെ ബാഹ്യമായ അടയാളമായിട്ട് മാറുന്നു. മാർ അപ്രേമിനെ പോലുള്ള പൗരസ്ത്യ സഭാപിതാക്കന്മാരുടെ പഠനമനുസരിച്ച് ഉപവാസത്തിലൂടെ ആത്മാവിനെ ഒരുക്കുന്ന വിശ്വാസി തീർത്ഥാടനത്തിലെ കഠിനമായ ശാരീരിക അധ്വാനത്തിലൂടെ മിശിഹായുടെ പീഡാനുഭവങ്ങളോട് താതാത്മ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ശരീരത്തെ തപസ്സിലൂടെയും മനസ്സിനെ പ്രാർത്ഥനയിലൂടെയും ഒരുപോലെ ദൈവത്തിനർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുപോലെ തന്നെ നോമ്പിൽ നേടിയെടുക്കുന്ന ആത്മീയ ചൈതന്യം തീർത്ഥാടനമെന്ന പരസ്യമായ വിശ്വാസ പ്രഖ്യാപനമായി പരിണമിപ്പിക്കുകയാണ്. ചുരുക്കത്തിൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ നോമ്പും തീർത്ഥാടനവും വേർപിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്ന് ആത്മാവിനെ ഉയർപ്പിനായി ഒരുക്കുമ്പോൾ മറ്റൊന്ന് ആ ഒരുക്കത്തെ മിശിഹായോടുള്ള ഐക്യദാർഢ്യമായി ലോകത്തിന് മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. വലിയ നോമ്പിലെ ആരാധനക്രമ ചിന്തകൾ. സീറോ മലബാർ സഭയുടെ ആരാധനാക്രമ പഞ്ചാംഗം അനുസരിച്ച് വലിയ നോമ്പിലെ ഓരോ ഞായറാഴ്ചയും മിശിഹായുടെ രക്ഷാകരമായ ഇടപെടലുകളിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ആത്മീകവും ശാരീരികവുമായ സൗഖ്യത്തിന്റെ വിവിധ ഘട്ടങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ നോമ്പിലെ ഞായറാഴ്ചകളിൽ കേവലം സംഭവ വിവരണങ്ങളല്ല, മറിച്ച് പാപമാകുന്ന രോഗത്തിൽ നിന്ന് ഉയർപ്പിന്റെ പുതുജീവനിലേക്കുള്ള സഭയുടെ പ്രയാണമാണ് അവതരിപ്പിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭാ പാരമ്പര്യത്തിൽ നോമ്പുകാലത്തെ യാമപ്രാർത്ഥനകൾക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. അവ കേവലം സ്തുതിപ്പുകൾക്കപ്പുറം വിശ്വാസി ആന്തരികമായ ഒരു ആത്മീയ പരിവർത്തനത്തിലേക്ക് നയിക്കാനുതകുന്ന ശക്തമായ പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളുടെ സവിശേഷത അവയുടെ അനുതാപ നിർഭരമായ സ്വഭാവമാണ്. പാപബോധത്തിലൂടെ ദൈവകരുണയ്ക്കായി യാചിക്കുന്ന ഹൂസായ അഥവാ പാപമോചന പ്രാർത്ഥനകൾ ഇതിൽ മുഖ്യ സ്ഥാനം വഹിക്കുന്നു. പാപങ്ങൾ കഴുകിക്കളയാനും ആത്മാവിനെ ശുദ്ധീകരിക്കാനും ദൈവത്തോട് യാചിക്കുന്ന സുദീർഘമായ പ്രാർത്ഥനകൾ യാമപ്രാർത്ഥനയിൽ, വിശിഷ്യ റംശ പ്രാർത്ഥനയിൽ നാം കാണുന്നു. സാധാരണ കാലത്തേക്കാൾ കൂടുതൽ സങ്കീർത്തനങ്ങളും ഭക്തിനിർഭരമായ കാറോസൂസുകളും ഉൾക്കൊള്ളുന്ന സവിശേഷമായ ക്രമമാണ് നോമ്പുകാലത്തെ യാമപ്രാർത്ഥനകളിൽ സീറോ മലബാർ സഭ പിന്തുടരുന്നത്. ശാരീരികമായ സമ്പൂർണ്ണ സമർപ്പണത്തെയും തപസ്സിനെയും സൂചിപ്പിക്കുന്ന മോറായെ അഥവാ വിനയത്തിന്റെ അടയാളമായിട്ടുള്ള കുമ്പിടലുകൾ പൗരസ്ത്യ പാരമ്പര്യത്തിന്റെ തനിമ വിളിച്ചോതുന്നു. മാർ അപ്രേമിനെ പോലെയുള്ള സഭാപിതാക്കന്മാരുടെ ഗീതങ്ങളിലൂടെ മനുഷ്യന്റെ വീഴ്ചയും ദൈവത്തിന്റെ കരുണയെയും കുറിച്ചുള്ള ആഴമായ ആത്മീയ ദർശനം ഈ പ്രാർത്ഥനകൾ നൽകുന്നുണ്ട്. നോമ്പിലെ സവിശേഷ ദിനങ്ങളും ആചാരങ്ങളും. പേതുർത്ത ഞായർ വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ഞായറാഴ്ചയാണിത്. തിരിഞ്ഞുനോട്ടം, അവസാനിപ്പിക്കൽ എന്നൊക്കെയാണ് പേതുർത്ത എന്ന വാക്കിന്റെ അർത്ഥം. സുഭിക്ഷമായ ഭക്ഷണത്തിന്റെയും ആഘോഷങ്ങളുടെയും ദിവസങ്ങൾ അവസാനിപ്പിച്ച് ആത്മീയമായ ഒരു പോരാട്ടത്തിന് തുടക്കം കുറിക്കുന്നു എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. രുചികരമല്ലാത്ത ഭക്ഷണം കഴിക്കുന്ന ദിവസമെന്നും പേതുർത്ത എന്ന വാക്കിന് അർത്ഥം കൽപ്പിക്കാറുണ്ട്. വിഭൂതി തിങ്കൾ. സീറോ മലബാർ സഭ ഉൾപ്പെടുന്ന പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ വലിയ നോമ്പിലെ അനുതാപത്തിന്റെയും പ്രാശ്ചിത്വത്തിന്റെയും ഔദ്യോഗികമായ തുടക്കം വിഭൂതി തിങ്കളാഴ്ചയാണ്. ശുദ്ധിയുള്ള തിങ്കൾ, ക്ലീൻ മൺഡേ എന്നും പൗരസ്ത്യ സഭകളിൽ, പ്രത്യേകിച്ച് ഗ്രീക്ക് സുറിയാനി സഭകളിൽ ഈ ദിവസത്തെ വിശേഷിപ്പിക്കാറുണ്ട്. നോമ്പുകാലത്തേക്ക് പ്രവേശിക്കുമ്പോൾ ശരീരവും ആത്മാവും ഭവനവും ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഈ ആചരണം. പണ്ടുകാലങ്ങളിൽ നസ്രാണി ക്രിസ്ത്യാനികൾ നോമ്പിന് മുൻപായി തങ്ങളുടെ പാത്രങ്ങളും ഭവനങ്ങളും കഴുകി വൃത്തിയാക്കി ആത്മീയമായൊരു പുതിയ തുടക്കം കുറിക്കുന്ന പാരമ്പര്യമുണ്ടായിരുന്നു. ലത്തീൻ സഭയിൽ വിഭൂതി ബുധനാഴ്ച, ആഷ് വെനസ്ഡേ നോമ്പ് ആരംഭിക്കുമ്പോൾ പൗരസ്ത്യ സഭകളിൽ വലിയ നോമ്പിലെ ഒന്നാം ഞായറാഴ്ച തന്നെ നോമ്പിന്റെ ഒരുക്കം തുടങ്ങുന്നു. എന്നാൽ നോമ്പിലെ ഭക്ഷണ വർജനവും ഉപവാസവും ആരംഭിക്കുന്നത് തൊട്ടടുത്ത തിങ്കളാഴ്ച മുതലാണ്. അതിനാൽ ഇതിനെ നോമ്പിന്റെ യഥാർത്ഥ കവാടമായി കരുതുന്നു. ഭസ്മം പൂശൽ എന്ന ആചാരം. യഥാർത്ഥ പൗരസ്ത്യ സുറിയാനി ക്രമത്തിൽ ഭസ്മം പൂശുന്ന ചടങ്ങ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ലത്തീൻ സഭയുമായുള്ള സമ്പർക്കത്തിലൂടെ, പ്രത്യേകിച്ച് 16-ാം നൂറ്റാണ്ടിലെ ഉദയംപേരൂർ സൂനകദോസിന് ശേഷമാണ് സീറോ മലബാർ സഭയിൽ വിഭൂതി ബുധനിലെ ചടങ്ങുകൾക്ക് സമാനമായി ഭസ്മം പൂശുന്ന രീതി പ്രചാരത്തിൽ വന്നത്. പഴയ നിയമത്തിലെ പശ്ചാത്താപത്തിന്റെ പ്രതീകമായ ഭസ്മം മനുഷ്യജീവിതത്തിന്റെ നശ്വരതയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അനുതാപത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്ന ഒരു ആത്മീയ പ്രതീകമായിട്ടാണ് മാറുന്നത്. ലാസറിന്റെ വെള്ളിയും കൊഴുക്കട്ട ശനിയും. ഓശാന ഞായറിന് മുൻപുള്ള വെള്ളിയാഴ്ച മിശിഹ ലാസറിനെ ഉയർപ്പിച്ചതിനെയാണ് ആരാധനക്രമത്തിൽ അനുസ്മരിക്കുന്നത്. തൊട്ടടുത്ത ദിവസമായ ശനിയാഴ്ചയെ കൊഴുക്കട്ട ശനി എന്ന് സീറോ മലബാർ സഭയുടെ പുരാതന പാരമ്പര്യങ്ങളിൽ മുതൽ വിശേഷിപ്പിക്കുന്നു. ആ ശനിയാഴ്ചത്തെ തിരുവചന വായന
ബഥാനിയായിൽ ലാസറിന്റെ ഭവനത്തിൽ ഈശോ വിരുന്നിനിരിക്കുന്ന രംഗമാണ്. ബഥാനിയായിൽ ഈശോയ്ക്ക് ലഭിച്ച വിരുന്നിന്റെയും മറിയം അവിടുത്തെ പാദങ്ങളിൽ പുരട്ടിയ പരിമള തൈലത്തിന്റെയും ഓർമ്മയ്ക്കായി വീടുകളിൽ കൊഴുക്കട്ടയുണ്ടാക്കി കുരിശു വരച്ച് ഭക്ഷിക്കുന്ന മനോഹരമായ പാരമ്പര്യം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലനിന്നിരുന്നതിനാലാണ് ഓശാന ഞായറിന് മുൻപുള്ള ശനിയാഴ്ചയെ കൊഴുക്കട്ട ശനിയെന്ന് വിളിച്ചിരുന്നത്. പീഡാനുഭവ ആഴ്ച. പീഡാനുഭവ ആഴ്ചയെ സൂചിപ്പിക്കാൻ സുറിയാനിയിൽ ഉപയോഗിക്കുന്ന വാക്ക് കഷ്ടാനുഭവം അല്ലെങ്കിൽ പീഡാനുഭവം എന്നർത്ഥം വരുന്ന ഹാശ എന്നതാണ്. മിശിഹായുടെ കഷ്ടാനുഭവങ്ങളെയും മരണത്തെയും അനുസ്മരിക്കുന്ന ഹാശ ആഴ്ച സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ അനുസ്മരണങ്ങളുടെ സമയമാണ്. ഓശാന ഞായർ. പീഡാനുഭവ ആഴ്ചയിലെ തുടക്കം ഓശാന ഞായർ ആചരണത്തോടുകൂടിയാണ്. ഈശോയുടെ ജെറൂസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം, കുരുത്തോലകളേന്തിയുള്ള ജനക്കൂട്ടത്തിന്റെ മിശിഹായെ രാജാവായി സ്വീകരിക്കുന്നതിന്റെ ഓർമ്മ, ഇതെല്ലാം ഓശാന ഞായറിനെ സജീവമാക്കുന്ന അനുസ്മരണങ്ങളാണ്. മിശിഹ സമാധാനത്തിന്റെ പ്രതീകമായ കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്നത് പൗരസ്ത്യ സുറിയാനി ദൈവശാസ്ത്രത്തിൽ കെൻലാനൂസോ അഥവാ ദൈവത്തിന്റെ താഴ്മയായിട്ടാണ് കാണുന്നത്. മനുഷ്യവംശത്തെ വീണ്ടെടുക്കാൻ ദൈവം എത്രത്തോളം വിനീതനായി എന്നതിന്റെ അടയാളമാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് ഓശാന പ്രദക്ഷിണത്തിൽ കുരുത്തോലകൾക്കൊപ്പം സ്ലീവായും വഹിക്കുന്ന പതിവുണ്ട്. മിശിഹായുടെ രാജ്യത്വം കുരിശിലെ ബലിയിലൂടെയാണ് പൂർത്തിയാകുന്നതെന്നും ജെറൂസലേമിലേക്കുള്ള പ്രവേശനം യഥാർത്ഥത്തിൽ ബലിപീഠത്തിലേക്കുള്ള അവിടുത്തെ യാത്രയാണെന്നുമുള്ള യാഥാർത്ഥ്യമാണ് ഇത് വിളിച്ചോതുന്നത്. പെസഹ വ്യാഴം. മിശിഹ പരിശുദ്ധ കുർബാനയും പൗരോഹിത്യവും സ്ഥാപിച്ചതിനെ ഈ സഭ അതിപ്രധാനമായി ഓർമ്മിക്കുന്ന ദിവസമാണ്. ദേവാലയങ്ങളിൽ നടക്കുന്ന കാൽ കഴുകൽ ശുശ്രൂഷ വിശുദ്ധ കുർബാനയുടെ ആന്തരിക ചൈതന്യത്തെ വ്യക്തമാക്കുന്ന സവിശേഷമായ അടയാളമാണ്. പെസഹ അപ്പവും പാലും വീടുകളിൽ തയ്യാറാക്കുന്ന ആചാരം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഏറ്റവും സവിശേഷമായ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. കുരുത്തോലകൾ മുറിച്ച് കുരിശിന്റെ ആകൃതിയിൽ വെച്ച പെസഹ അപ്പം മുറിച്ചു ഭക്ഷിക്കുന്നത് മിശിഹ തന്റെ ശരീരം മുറിച്ചു നൽകിയതിനെ അനുസ്മരിപ്പിക്കുന്ന കുടുംബങ്ങളിൽ നടക്കുന്ന ആചാരമാണ്. പീഡാനുഭവ വെള്ളി. മിശിഹായുടെ ആത്മബലിയോടുള്ള വിശ്വാസിയുടെ ഹൃദയപൂർവകമായ ഐക്യപ്പെടലാണിത്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യമനുസരിച്ച് പീഡാനുഭവ വെള്ളി എന്നത് കേവലം ഒരു ദുഃഖാചരണമല്ല, മറിച്ച് മിശിഹായുടെ മരണത്തിലൂടെ കൈവന്ന വിജയത്തിന്റെ പ്രഘോഷണം കൂടിയാണ്. പറുദീസയിലെ ജീവവൃക്ഷത്തിന് പകരമായിട്ടാണ് പൗരസ്ത്യ പിതാക്കന്മാർ സ്ലീവായെ കാണുന്നത്. പീഡാനുഭവ വെള്ളിയാഴ്ച മരണത്തിന്റെ ഉപകരണമെന്ന നിലയിലല്ല, മറിച്ച് ജീവൻ നൽകുന്ന വൃക്ഷമായിട്ടാണ് കുരിശിനെ നാം വണങ്ങുന്നത്. മറ്റു പല സഭാ പാരമ്പര്യങ്ങളും ഈശോയുടെ മരണത്തിൽ ഈ ദിവസത്തെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പൗരസ്ത്യ സുറിയാനി ദൈവശാസ്ത്രം ഊന്നൽ നൽകുന്നത് മിശിഹ മരിച്ചവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദാമും ഹൗവയും അടക്കമുള്ളവരെ മോചിപ്പിക്കുന്നതിലാണ്. മരണം അവസാനമല്ല, വിജയത്തിന്റെ തുടക്കമാണെന്ന ചിന്തയാണ്. മിശിഹ കുരിശിൽ കിടക്കുമ്പോൾ അനുഭവിച്ച പീഡകളെ അനുസ്മരിച്ചുകൊണ്ട് വിശ്വാസികൾ പള്ളികളിൽ നിന്ന് കയ്പുനീർ കുടിക്കുന്ന പതിവ് കേരളത്തിലെ നസ്രാണികൾക്കിടയിൽ പുരാതന കാലം മുതലേ ഉണ്ട്. മിശിഹായുടെ കഷ്ടാനുഭവങ്ങളിൽ പങ്കുചേരുന്നതിന്റെ അടയാളമായിട്ടാണ് ഈ ആചാരത്തെ മനസ്സിലാക്കുന്നത്. കുരിശിനെ രക്ഷയുടെ അടയാളമായി വണങ്ങുന്ന സ്ലീവാവന്ദനവും മിശിഹായുടെ പീഡാനുഭവ യാത്രയെ അനുസ്മരിക്കുന്ന പ്രദക്ഷിണവും പീഡാനുഭവ വെള്ളിയാഴ്ചത്തെ ആചാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. യെശയ്യാ 53 അധ്യായത്തിലെ സഹനദാസനെ കുറിച്ചുള്ള പ്രവചനങ്ങളും പീഡാനുഭവ വായനകളും ഈ ദിവസത്തിന്റെ സവിശേഷതകളാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ പീഡാനുഭവ ശനിയാഴ്ചയെ വിശ്രമത്തിന്റെ ശനി എന്നാണ് വിളിക്കുന്നത്. ദൈവം സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ചതുപോലെ തന്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി ഈശോ കല്ലറയിൽ വിശ്രമിച്ച ദിവസമാണിത്. മരണത്തിന്റെ മേലുള്ള സമ്പൂർണ്ണ വിജയത്തിന് തൊട്ടു മുൻപുള്ള ശാന്തതയെ സൂചിപ്പിക്കുകയാണ് പീഡാനുഭവ ശനി. ഇപ്പോൾ പീഡാനുഭവ ശനിയിൽ പ്രത്യേക കുർബാനയും പുത്തൻ തീയുടെയും പുത്തൻ വെള്ളത്തിന്റെയും ആശീർവാദവും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഉയർപ്പ് തിരുനാളിന്റെ കർമ്മങ്ങൾ ശനിയാഴ്ച വൈകുന്നേരങ്ങളിലാണ് ആരംഭിച്ചിരുന്നത്. ആ കർമ്മത്തിൽ മാമോദീസ സ്വീകരിക്കാൻ ഒരുങ്ങിയവർ മാമോദീസ സ്വീകരിച്ചിരുന്നു. ഈ മാമോദീസ പരികർമ്മത്തിൽ നിന്നും ഉടലെടുത്തതാണ് പുത്തൻ തീയുടെയും പുത്തൻ വെള്ളത്തിന്റെയും കർമ്മങ്ങൾ. ഇന്ന് നമ്മൾ ഉയർപ്പ് തിരുനാളിന്റെ ഈ കർമ്മങ്ങൾ വിഭജിച്ച് നടത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മാമോദീസായെ കുറിച്ച് ചിന്തിക്കാനും അത് മിശിഹായുടെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള പങ്കുചേരലാണെന്ന് ധ്യാനിക്കാനും നമ്മെ സഹായിക്കുന്നതാണ് പീഡാനുഭവ ശനിയുടെ തിരുക്കർമ്മങ്ങൾ. വലിയ നോമ്പെന്നത് കേവലം ബാഹ്യമായ അനുഷ്ഠാനങ്ങളല്ല, മറിച്ച് ഹൃദയത്തിന്റെ പരിവർത്തനമാണ്. പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാനും ദൈവത്തിന്റെ കരുണയ്ക്കായി യാചിക്കാനും ഈ കാലം നമ്മെ ക്ഷണിക്കുന്നു. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന തന്റെ സഭയെ
മിശിഹ തന്റെ കരുണയാൽ വിശുദ്ധീകരിക്കുന്നു. ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് ഉദ്ധിതനായ മിശിഹായോടൊപ്പം പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കാൻ സൗമാറമ്പ നമുക്ക് അവസരമൊരുക്കുകയാണ്. പൗരസ്ത്യ സുറിയാനി ദൈവശാസ്ത്രത്തിന്റെയും സീറോ മലബാർ നസ്രാണികളുടെ പൗരാണിക പാരമ്പര്യങ്ങളുടെയും ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ നോമ്പുകാലം നമ്മുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന്റെ സമയമായിട്ട് മാറട്ടെ. സഭയോടൊത്ത് മിശിഹായുടെ ഏക ശരീരമെന്ന അനുഭവത്തിൽ ഈ നോമ്പുകാലത്തെ അർത്ഥപൂർണമാക്കാൻ നമുക്ക് സാധിക്കട്ടെ.